രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഒരു തോന്നലുണ്ടോ, ഇന്നൊന്നും ശരിയായി പഠിച്ചില്ല. പുസ്തകം തുറക്കുന്നു, 5 മിനിറ്റിൽ ഫോൺ തുറക്കുന്നു. മാർക്ക് വേണം, പക്ഷെ കൺസിസ്റ്റൻസി ഇല്ലേ? എങ്ങനെ കൺസിസ്റ്റൻസി ഉണ്ടാകും? ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടും പവർഫുള്ളായിട്ടുമുള്ള ഒരു സ്റ്റഡി ടൈം ടേബിളാണ്. ഇത് ഫോളോ ചെയ്താൽ മാർക്ക് മാത്രമല്ല, കോൺഫിഡൻസും കൂടും. അതെങ്ങനെയെന്നല്ലേ? ആദ്യം മനസ്സിലാക്കേണ്ടത് 12 മണിക്കൂറൊന്നും പഠിക്കണമെന്നൊന്നുമില്ല. ടോപ്പറാകാൻ മുഴുവൻ ദിവസവും പുസ്തകത്തിൽ തലകുത്തിയിരിക്കേണ്ടതുമില്ല. പിന്നെ എന്ത് വേണം? ക്വാളിറ്റി മോർ ദാൻ ക്വാണ്ടിറ്റി. ഫോക്കസ് ഉള്ള 5 മുതൽ 6 മണിക്കൂർ മതി. കൺസിസ്റ്റൻസിയാണ് ഇവിടെ മെയിൻ. ടൈം ടേബിൾ റിയലിസ്റ്റിക് ആകണം, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന പോലെ ആയിരിക്കണം. അതിനു വേണ്ടിയുള്ള ഒരു പെർഫെക്റ്റ് സ്റ്റഡി ടൈം ടേബിൾ മിസ് നിങ്ങൾക്കായിട്ട് തന്നാൽ, ഹിയർ ഇസ് എ സിമ്പിൾ റിയലിസ്റ്റിക് ഡെയിലി ടൈം ടേബിൾ ഫോർ സ്റ്റുഡൻസ്. അതിനുവേണ്ടി നമ്മൾ മോർണിംഗ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫ്രഷ് ബ്രെയിൻ ടൈമാണ് മോർണിംഗ്. അപ്പോൾ ഏർലി മോർണിംഗ് ഒരു 5:30 ഒന്ന് എണീക്കാമെന്ന് വിചാരിച്ചു. 5:30 to 6 o'clock വേക്കപ്പ് ആൻഡ് ഫ്രഷ് അപ്പ്. 6 മണി വരെ നിങ്ങൾക്ക് ഫ്രഷ് ആവാനുള്ള സമയമാണ്. 6 മുതൽ 6:15 വരെ ലൈറ്റ് സ്ട്രെച്ച്, prayer or breathing. Just take a breath or exercise or yoga, എന്ത് വേണേ ആവാം. അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഒരു സ്ട്രെച്ചപ്പ് ഒരു 15 minutes ചെയ്യുക ഡെയിലി. 6:15 മുതൽ 7:45 വരെ ഒരു സബ്ജക്റ്റ്. ഇറ്റ് ഷുഡ് ബി ഹാർഡ് സബ്ജക്റ്റ്. നമുക്കറിയാം ഫ്രഷ് ബ്രെയിൻ ടൈമാണ്, ഏത് സബ്ജക്റ്റും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന സമയമാണ്. അപ്പം മെയിൻലി നമ്മൾ ചൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏതാണോ ടഫസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് അത് ചൂസ് ചെയ്യാൻ നോക്കാം. ചിലർക്ക് എക്കണോമിക്സ് അല്ലെങ്കിൽ മാത്സ്, സയൻസ്, അങ്ങനെ ഏതായാലും നിങ്ങൾക്ക് ടഫസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് വേണം ചൂസ് ചെയ്യാൻ. പിന്നെ 7:45 മുതൽ 8:15 വരെ ഒരു ഷോർട്ട് ബ്രേക്കാണ്. ബ്രേക്ക്ഫാസ്റ്റും ഷോർട്ട് ബ്രേക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. അതിനുശേഷം 8:15 മുതൽ 9 മണി വരെ 3/4 മണിക്കൂർ റിവിഷൻ. 45 മിനിറ്റ്സ് റിവിഷന് വേണ്ടി എടുക്കുക. അതും യെസ്റ്റർഡേയ്സ് ടോപ്പിക്, ഇന്നലെ നിങ്ങൾ എന്ത് പഠിച്ചോ ആ ടോപ്പിക്ക് വേണം ഇവിടെ എടുക്കാൻ. കൃത്യമായിട്ട് ഫോർമുലാസ് ഉണ്ടെങ്കിൽ അത്, ഡെഫിനേഷൻസ്, ഡയഗ്രാംസ് എല്ലാം ഈ ടൈമിന് റിവിഷനായിട്ട് പഠിക്കണം. പിന്നെ ഉള്ളത് ഡേ ടൈം, സ്കൂൾസ് അല്ലെങ്കിൽ കോളേജ് ക്ലാസ്സസ് ഒക്കെ ഉള്ള സമയമാണ്. അപ്പം 9 മുതൽ 3:30 വരെ നമുക്ക് എന്ത് ചൂസ് ചെയ്യാം? സ്കൂൾസ്, കോളേജ്, ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയിട്ട് നോക്കാം. അപ്പം അവിടെ നല്ല രീതിയിൽ അവിടെയും നമുക്ക് മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ക്ലാസ്സുകളൊക്കെ നല്ല രീതിയിൽ ക്ലിയർ ചെയ്യുക. ഫ്രീ പീരീഡ് കിട്ടി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുക. മെയിൻലി നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ മാർക്ക് ചെയ്ത് നിങ്ങൾ ടീച്ചേഴ്സിനോട് ചോദിക്കുക. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് വെക്കുക. ചെറിയ ഷോർട്ട് നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക. ഇതിനൊക്കെ നിങ്ങൾ ഈ സ്കൂൾ ടൈംസ് ഉപയോഗിക്കുക. ഇനി 3:30 to 4 സ്കൂളിൽ നിന്ന് വരുന്ന സമയമായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഒരു ലഞ്ചും റെസ്റ്റും ഒക്കെ ആയിട്ട് നിങ്ങൾ അതിന് വേണ്ടി എടുക്കുക. ബട്ട് ഫോൺ എടുക്കാതെ നോക്കുക. നോ ഫോൺ സ്ക്രോളിംഗ് ടൈം. ഓക്കെ. പിന്നെയുള്ളത് ഈവനിങ് ആണ്. ലൈറ്റ് ബട്ട് എഫക്റ്റീവ്. ചെറിയ ഒരു ലൈറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ്, മെയിൻലി തിയറി ബേസ്ഡ് സബ്ജക്റ്റ് ഒക്കെ നമുക്ക് ഈ സമയത്ത് എടുക്കാം. അപ്പം ഒരു 4 to 5 അല്ലെങ്കിൽ 4:30 to 5:30 നമുക്ക് എന്ത് ചൂസ് ചെയ്യാം? സബ്ജക്റ്റ് 2, തിയറി ബേസ്ഡ് സോഷ്യൽ സയൻസോ ഹിസ്റ്ററിയോ ജോഗ്രഫി പോലത്തെ സബ്ജക്ട്സ് എടുക്കാം. കൃത്യമായിട്ട് വായിക്കുക, കീവേഡ്സ് ഒക്കെ അണ്ടർലൈൻ ചെയ്യുക, ചെറിയ ഷോർട്ട് ആൻസേഴ്സ് ക്രിയേറ്റ് ചെയ്യുക. 5 മുതൽ 5:30 വരെ നിങ്ങൾക്കൊരു ബ്രേക്ക് എടുക്കുക. ചെറിയൊരു വാക്ക്, റിഫ്രഷ് ഒക്കെ ചെയ്തിട്ട് പിന്നീട് 5:30 മുതൽ 6:30 വരെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ആണ്. നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് എഴുതി പഠിച്ചൊക്കെ നോക്കുക. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ചെയ്ത് നോക്കുക. 5 മാർക്ക് അല്ലെങ്കിൽ 10 മാർക്ക് ആൻസേഴ്സിൻ്റെ രൂപത്തിൽ ഒരു ഇൻട്രഡക്ഷൻ കൊടുത്ത് ഒരു ബോഡി, ഒരു കൺക്ലൂഷൻ ഫോമാറ്റിൽ കൃത്യമായിട്ട് നിങ്ങൾ എഴുതി പഠിച്ച് നോക്കുക നിങ്ങളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ. അതിന് വേണ്ടിയിട്ട് ഈവനിങ് ടൈം യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ നൈറ്റ് ആണ്, കുറച്ചും കൂടി മെമ്മറി, കുറച്ചും കൂടി കാം ആയിട്ടുള്ള സമയമാണ്. അപ്പോൾ 6:30 to 7:15 വരെ നിങ്ങൾ ഡിന്നറിനും വേണ്ടി യൂസ് ചെയ്യുക. കുറച്ച് റിലാക്സ് ചെയ്യുക. എന്നിട്ട് 7:15 to 8:30 നിങ്ങൾക്ക് സബ്ജക്റ്റ് 3, മൂന്നാമത്തെ ഒരു സബ്ജക്റ്റ് എടുക്കുക. അത് റിവിഷനായിട്ടോ അല്ലെങ്കിൽ ഈസി ടോപ്പിക്കൊക്കെ പഠിക്കാൻ നോക്കുക. മാപ്പുകളും ഫ്ലോ ചാർട്ടും മൈൻഡ് മാപ്സും നോട്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് 7 മുതൽ 8:30 വരെ 3/4 മണിക്കൂർ 45 മിനിറ്റ്സ് ഇരുന്ന് പഠിക്കാം. 8:30 മുതൽ 9 മണി വരെ ചെറിയ ക്വിക്ക് റിവിഷനാണ്. എന്തൊക്കെയാണ് ഇന്ന് പഠിച്ചത് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്യുക. 9 to 9:30 അടുത്ത നാളത്തേക്കുള്ള പ്ലാൻ തയ്യാറാക്കി വെക്കണം. ടുമോറോ ഞാൻ എന്തൊക്കെ പഠിക്കും, ഏതൊക്കെ ഈ സമയത്ത് നമ്മൾ എന്തൊക്കെ പഠിക്കണമെന്ന് തലേന്ന് തന്നെ നോട്ട് ചെയ്ത് വെക്കണം. 9:30 മുതൽ 10 മണി വരെ വിൻഡ് ഡൗൺ, നോ മൊബൈൽ. അപ്പോഴും നിങ്ങൾക്ക് കാമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം? ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാം. 10 മണിയാകുമ്പോൾ ഗോ ടു സ്ലീപ്പ്.
ബെഡ് or ടേക്ക് യുവർ റെസ്റ്റ് കംപ്ലീറ്റ്ലി. പഠനം മാത്രം പോരാ, അതിൻ്റെ കൂടെ നമ്മൾ എന്തും ചെയ്യണം, റെസ്റ്റും നമുക്ക് അത്യാവശ്യമാണ്. നമ്മുടെ ശരീരത്തിനും അതുപോലെ മൈൻഡിനൊക്കെ നല്ല രീതിയിലുള്ള റെസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മെമ്മറി പവറും കൂടും. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഗോൾഡൻ റൂൾസ് അല്ലെങ്കിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. സ്റ്റഡി ഇൻ 90 മിനിറ്റ്സ് ബ്ലോക്ക്. 90 മിനിറ്റ് വരുന്ന ബ്ലോക്കുകളായിട്ട് പഠിക്കാൻ നോക്കുക. യൂസ് പ്രൊമോദാരോ 25-5 ഇഫ് കോൺസെൻട്രേഷൻ ഈസ് ലോ. കോൺസെൻട്രേഷൻ കുറവാണെങ്കിൽ ചെറിയ ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്ത് പഠിക്കാം. റൈറ്റ് ഡെയിലി, നോട്ട് ഓൺലി റീഡിങ്. വായിച്ചു പോലും മാത്രമല്ല, കുറച്ച് എഴുതിയും കൂടി പഠിക്കാൻ നോക്കുക. കീപ് 1 hour ബഫർ. ലൈഫ് ഹാപ്പൻസ്. ഒരു മണിക്കൂർ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുക. ഡോണ്ട് സ്റ്റഡി സെയിം സബ്ജക്റ്റ് ഹോൾ ഡേ. ഒരു ദിവസം മൊത്തം ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിക്കാതെ മാറ്റി മാറ്റി പഠിക്കാൻ നോക്കുക. അതുപോലെ ഡോണ്ട് കമ്പയർ വിത്ത് അതേഴ്സ്. നമ്മളുടെ എല്ലാം കൊണ്ടും നമ്മൾ ഓരോരുത്തരും യുണീക്കാണ് അല്ലേ? അപ്പം നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതെ നിൽക്കുക. അവർക്ക് എത്ര വേണം സ്കോർ ചെയ്തോട്ടെ, നമ്മൾ നമ്മളുടെ മാക്സിമം സ്കോർ ചെയ്യാൻ ശ്രദ്ധിക്കാം. ഇനി എക്സാം ഫോക്കസ്ഡ് ആയിട്ട് കുറച്ച് ടിപ്സും കൂടി മിസ് പറഞ്ഞുതരാം. മോർണിംഗ് നമ്മൾ ഏറ്റവും ടഫസ്റ്റ് സബ്ജക്റ്റ്, ഈവനിങ് ആൻസർ റൈറ്റിംഗ്, നൈറ്റ് റിവിഷൻ ഓൺലി, സൺഡേ ഫുൾ റിവിഷൻ പ്ലസ് മോക്ക് ടെസ്റ്റ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.